ചെമ്മീൻ ഉൽപ്പാദനത്തിൽ കേരളത്തിന് അനന്ത സാധ്യതകളുണ്ടെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. ചെമ്മീൻ ഉൽപ്പാദനം ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങൾ കൈയടക്കുകയാണ്. വടക്കുംപാട് കാളിയിൽ ഇത്തരമൊരു ചെമ്മീൻ സംരംഭം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാരെന്നും അഡ്വക്കേറ്റ് എൻ ഷംസീർ പറഞ്ഞു. എരഞ്ഞോളിയിലെ ഗവൺമെന്റ് ഫിഷ് ഫാമിൽ വനാമി ചെമ്മീൻ കൃഷി വിളവെടുപ്പും മത്സ്യ വിപണന കേന്ദ്രം ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. വടക്കുംപാട് കാളിയിൽ ഇത്തരമൊരു ചെമ്മീൻ സംരംഭം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാരെന്നും സ്പീക്കർ പറഞ്ഞു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന 9.7 ഹെക്ടർ ജലവിസ്തൃതിയുള്ള എരഞ്ഞോളി ഫിഷ് ഫാം 2012 വർഷം മുതലാണ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഫാമിലെ 6 കുളങ്ങളിലായി പൂമീൻ, കരിമീൻ, തിരുത, കാളാഞ്ചി തുടങ്ങിയവ ഉൽപ്പാദിപ്പിച്ച് വരുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് ശാസ്ത്രീയമായി മികച്ച രീതിയിൽ ചെമ്മീൻ കൃഷി ആരംഭിച്ചത്. വനാമി ചെമ്മീൻ കൃഷിയുടെ ആദ്യ വിളവെടുപ്പും പുതുതായി പണിത മത്സ്യവിപണന കേന്ദ്രത്തിലെ ഉദ്ഘാടനവും സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു. 1.4 ഹെക്ടർ വിസ്തൃതിയുള്ള ഡി കുളത്തിൽ ശാസ്ത്രീയമായ രീതിയിലാണ് ചെമ്മീൻ കൃഷി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ഡിസംബർ 8-ന് 3 ലക്ഷം ചെമ്മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഏകദേശം 7 ടൺ ഉൽപ്പാദനമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഫാമിലെ മറ്റ് 2 കുളങ്ങളിലും വനാമി ചെമ്മീൻ കൃഷി വ്യാപിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായി ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരള മുന്നോട്ടു പോവുകയാണ്. തദ്ദേശീയരായ ജനങ്ങൾക്ക് വിഷരഹിതവും ഗുണമേന്മയുള്ളതുമായ മത്സ്യം നേരിട്ട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മത്സ്യവിപണന കേന്ദ്രം ആരംഭിച്ചത്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ അധ്യക്ഷയായി. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ബിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KD മഞ്ജുഷ, ഡോക്ടർ RL സംഗീത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുശീൽ ചന്ദ്രോത്ത്, M ബാലൻ, കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ R ഗുജ്നു, AK രമ്യ, T ഷഫീർ തുടങ്ങിയവർ സംസാരിച്ചു. അഡാക് എക്സിക്യൂട്ടീവ് റീജിയണൽ M ചിത്ര, ഫാം ടെക്നീഷ്യൻ MP അശ്വതി എന്നിവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.